എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. നമ്മുടെ വരാൻ പോകുന്ന CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയുടെ മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വേണം പഠിക്കുവാൻ. ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഭംഗിയായിട്ട് പഠിക്കണം എന്നുകൂടി ആദ്യമേ ഓർമ്മപ്പെടുത്തുവാണ്. സിലബസിന്റെ ഒരു ഏകദേശ ധാരണ നമ്മൾ 2-3 വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ അതുകൊണ്ട് സിലബസ് അറിയത്തില്ല, അതുകൊണ്ട് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നറിയില്ല എന്നുള്ള ന്യായം നിരത്തിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് ദിവസങ്ങൾ നീക്കരുത്. വ്യക്തമായ സിലബസ് നമുക്ക് അവിടെ സെക്രട്ടറിയുടെ സിലബസിനകത്ത് നമുക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. മാത്സിന്റെ കാര്യത്തിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്, ഓരോ വിഷയങ്ങളും ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ പല വീഡിയോസിൽ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്സിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മാത്സിനകത്തെ സിലബസ് കണ്ട സമയത്ത് എല്ലാ ടോപ്പിക്കുകളും പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം നമ്മളോട് ഉറപ്പിച്ചു. സാധാരണ നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എഴുതിയ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ മാത്രം നോക്കിക്കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനല്ല. വ്യക്തമായിട്ട് മാത്സിനകത്ത് 12 ചാപ്റ്ററും റീസണിങ്ങിനകത്ത് 13 ചാപ്റ്ററും ഉൾപ്പെടെ മൊത്തത്തിലെ 25 ചാപ്റ്ററാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ട് പോകേണ്ടത്. അപ്പോൾ ആ 25 ചാപ്റ്ററിനകത്ത് ഓരോ ചാപ്റ്റർ എടുത്തു വെച്ചിട്ട് ഒരു 6 ടൈപ്പ് അല്ലെങ്കിൽ 7 ടൈപ്പ് ചോദ്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്ത് പഠിക്കണം. അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം. 2-3 മണിക്കൂർ സമയം മാറ്റി വെച്ചിട്ട് ഓരോ ചാപ്റ്ററിലെയും ഒരു 6 ടൈപ്പ് അല്ലെങ്കിൽ 7 ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. കണ്ടുപഠിക്കരുത്. മാത്സിന്റെ കാര്യം കണ്ടല്ല പഠിക്കേണ്ടത്, എഴുതി ചെയ്ത് പഠിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ. കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വിചാരിക്കും ചിലപ്പോൾ അത് ഈസി ആണെന്ന് തോന്നും, പക്ഷേ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്തു പഠിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നമുക്കറിയാം ഇംഗ്ലീഷിന് 10 മാർക്കാണ്, GK 10 മാർക്കാണ്, റീസണിങ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാത്സും റീസണിങ്ങും ഉൾപ്പെടെ മൊത്തത്തിലുള്ള 10 മാർക്കും പിന്നെ നിങ്ങളുടെ കോർ സബ്ജക്റ്റിൽ നിന്നുള്ള 70 മാർക്കും ഉൾപ്പെടെ 100 മാർക്കിന്റെ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടാൻ പോകുന്നത്. 100 മാർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്കാണെന്നുള്ള കാര്യം കൂടി ഓർമ്മയിൽ ഉണ്ടാവണം. പുതിയ പാറ്റേൺ അനുസരിച്ചാണ് നമ്മുടെ ബോർഡ് പരീക്ഷ നടത്താൻ പോകുന്നത്. അതായത് നമ്മുടെ PSC പരീക്ഷകൾ പോലെ തന്നെ ഏകീകൃതമായിക്കൊണ്ട് സിലബസ് കൂടി ആ ഒരു രീതിയിലേക്ക് മാറ്റം വന്നിരിക്കുവാണ്. അപ്പൊ അതുകൊണ്ട് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാത്സിനകത്ത് ഈ പറയുന്ന 12 ചാപ്റ്ററുകളാണ് പരീക്ഷയ്ക്കായിട്ട് ചോദിക്കുന്നത്. ഇത് PSCയുടെ അതേ സിലബസ് തന്നെയാണ്, മാറ്റങ്ങളൊന്നും ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ മെന്റൽ എബിലിറ്റി പോർഷൻ നോക്കുവാണെങ്കിൽ 13 ചാപ്റ്റർ ആണ്. അപ്പൊ അവിടെ നോക്കുമ്പോഴും നമുക്ക് മാറ്റങ്ങളൊന്നും ഇല്ല. സിലബസിനകത്ത് ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. PSCയുടെ നമ്മുടെ സാധാരണ ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതുന്ന അതേ പാറ്റേണിലുള്ള അതേ സിലബസ് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാല് വളരെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. ദാ പിടിച്ചോ, ലോസ് ഓഫ് എക്സ്പോണൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. കണ്ടോ, നമ്മുടെ സിലബസിനകത്ത് കിടക്കുന്ന ഏറ്റവും താഴെ കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ എക്സ്പോണൻസിന്റെ ലോസ്. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. പഠിച്ചാൽ നമുക്ക് 1 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ ഞാനിവിടെ കൃത്യമായിട്ട് നിങ്ങളെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ക്ലാസ്സിൽ പരിചയപ്പെടുത്തി. നിങ്ങൾ കുറെ അധികം ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു പഠിക്കണം. എത്രത്തോളം ചോദ്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു പഠിക്കുന്നുണ്ടോ അതിന്റെ റിസൾട്ട് നമുക്ക് എക്സാം ഹാളിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ചോദ്യങ്ങളാണോ ചെയ്തു പഠിക്കുന്നത് അതിനനുസരിച്ച് ടോപ്പിക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ മനസ്സിൽ സ്ട്രക്ക് ആവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട എക്സ്പോണൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. മലയാളത്തിൽ നമ്മൾ കൃത്യംഗങ്ങൾ എന്ന് പറയും, ഇംഗ്ലീഷിലെ എക്സ്പോണൻസ് എന്ന് പറയും, എക്സ്പോണൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡീസസ് എന്ന് പറയും. INDICES ഇൻഡീസസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ എക്സ്പോണൻസ് എന്ന് പറയാറുണ്ട്. മലയാളത്തിലെ കൃത്യംഗങ്ങൾ എന്നാണ് പറയുന്നത്. ഇവിടെ മക്കളെ, എന്താണ് കൃത്യംഗ സംഖ്യ എന്ന് ചോദിച്ചാൽ X⁻m രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് കൃത്യംഗ സംഖ്യ. അതായത് താഴെ ഒരു സംഖ്യ എഴുതണം, അതിന്റെ മുകളിൽ ചെറുതായിട്ട് മറ്റൊരു സംഖ്യ എഴുതുക. അങ്ങനെ ആ രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് കൃത്യംഗ സംഖ്യ അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്ന് പറയും. മാത്രമല്ല താഴെ നമ്മൾ വലുതായിട്ട് എഴുതുന്ന സംഖ്യ ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് ആധാര സംഖ്യ അല്ലെങ്കിൽ ബേസ് നമ്പർ എന്ന് പറയും. മറന്നുപോലെ, താഴെ എഴുതുന്ന സംഖ്യയെ പറയുന്ന പേരാണ് ബേസ് നമ്പർ, ആധാര സംഖ്യ എന്ന് പറയും. മുകളിൽ
ചെറുതായിട്ട് എഴുതുന്ന സംഖ്യ പറയുന്ന പേര് കൃതി അല്ലെങ്കിൽ പവർ എന്ന് പറയും. കൃതി അല്ലെങ്കിൽ പവർ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ 3:7 എന്ന് പറഞ്ഞാൽ ഒരു കൃത്യംഗ സംഖ്യയാണ്. മാത്രമല്ല 3 അവിടെ ആധാര സംഖ്യ അല്ലെങ്കിൽ ബേസ് നമ്പർ, 7 പവർ. ഇത്രേ ഉള്ളൂ പരിപാടി. മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ കുഞ്ഞുങ്ങളെ ദാ പിടിച്ചു. 10:13 എന്ന് പറഞ്ഞാല് മറ്റൊരു കൃത്യംഗ സംഖ്യയാണ്. ബേസ് നമ്പർ 10 പവർ 13. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി കൃത്യംഗ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന രീതി ചെയ്യാൻ പറ്റത്തില്ല. അതിന് കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെയാണ് നമ്മൾ ലോസ് ഓഫ് എക്സ്പോണൻസ് എന്ന് പറയും. എന്തോ പറയും? ലോസ് ഓഫ് എക്സ്പോണൻസ് എന്നാണ് പറയുന്നത്. അതായത് കൃത്യംഗ നിയമങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അപ്പോ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ എത്ര കൃത്യംഗ നിയമങ്ങളുണ്ട്? ദാ പിടിച്ചോ. ഇവിടെ മക്കളെ 8 കൃത്യംഗ നിയമങ്ങളാണ് പഠിക്കാനുള്ളത് കേട്ടോ. 8 കൃത്യംഗ നിയമങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കൃത്യംഗ നിയമം ദാ പിടിച്ചോ. a⁻m into a⁻n is equal to a⁻m plus n എന്ന് പറയും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കൃത്യംഗ നിയമം. എല്ലാവർക്കും മനസ്സിലായോ? ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. എന്തോ സംഭവം എന്നറിയോ? ഇവിടെ കുഞ്ഞുങ്ങളെ 2ഓ 2-ലധികമോ കൃത്യംഗ സംഖ്യകളെ ഗുണിക്കുമ്പോൾ അവയുടെ ആധാര സംഖ്യ ബേസ് നമ്പർ സെയിം ആണെങ്കിൽ ആ ബേസ് നമ്പർ അതുപോലെ അങ്ങോട്ട് എഴുതുക, പവറുകളെല്ലാം കൂടെ കൂട്ടി വെക്കുക എന്ന് ആലോചിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ പരിപാടി. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് 5⁻7 ഇൻറ്റു 5⁻3 ഇൻറ്റു 5⁻4 ഇൻറ്റു 5⁻8 വില എത്ര എന്ന് ചോദിച്ചാൽ 5⁻7 ഇൻറ്റു 5⁻3 ഇൻറ്റു 5⁻4 ഇൻറ്റു 5⁻8 വില എത്ര എന്ന് ചോദിച്ചാൽ അത് കാണുമ്പോഴേ നമുക്കറിയാം 2ഓ 2-ലധികമോ കൃത്യംഗ സംഖ്യകളെ ഗുണിക്കണം. ഗുണിക്കുന്ന പരിപാടി അല്ലേടാ? ആണല്ലോ. അങ്ങനെ ഗുണിക്കുന്ന പരിപാടിയാണെങ്കിൽ എന്ത് ചെയ്യണം? ബേസ് നമ്പർ സെയിം ആണോ നോക്കണം. ആണല്ലോ. ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ ബേസ് നമ്പർ അതുപോലെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് കൃതികളെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടണം. പവർ എല്ലാം കൂടെ കൂട്ടുക. 7ഉം 3ഉം കൂടെ കൂട്ടിയാൽ 10, 10 4ഉം കൂടെ കൂട്ടിയാൽ 14, 14 8ഉം കൂടെ കൂട്ടിയാൽ 22. ഉത്തരം ദാ പിടിച്ചോ. ഉത്തരം 5⁻22 എന്ന് വരും. കണ്ടോ? സിമ്പിൾ പരിപാടിയല്ലേ? ഇതായിരുന്നു ഒന്നാമത്തെ കൃത്യംഗ നിയമം. ഒന്ന് പറഞ്ഞ എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. 2ഓ 2-ലധികമോ എക്സ്പോണൻസിനെ ഗുണിക്കുമ്പോൾ അവയുടെ ബേസ് നമ്പർ സെയിം ആണെങ്കിൽ ആ ബേസ് നമ്പർ അതുപോലെ എഴുതി വെച്ചിട്ട് പവറുകളെല്ലാം കൂടെ കൂട്ടി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ കൃത്യംഗ നിയമം, അല്ലെങ്കിൽ ഒന്നാമത്തെ എക്സ്പോണന്റിന്റെ ലോ എന്ന് ഓർത്തിരിക്കണം. ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ ലോ ദാ പിടിച്ചോ. a⁻m ഡിവൈഡഡ് ബൈ a⁻n is equal to a⁻m minus n എന്ന് വരും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലോ. അതായത് 2 കൃത്യംഗ സംഖ്യകളെ ഹരിക്കുമ്പോൾ അവയുടെ ബേസ് നമ്പർ സെയിം ആണെങ്കിൽ ആ ബേസ് നമ്പർ അതുപോലെ എഴുതി വെക്കുക, പവറുകൾ തമ്മിൽ കുറയ്ക്കണം എന്ന് ഓർത്തിരിക്കണം. എക്സാമ്പിൾ പറഞ്ഞാല് 7⁻13 ഡിവൈഡഡ് ബൈ 7⁻4 വില എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം 2 കൃത്യംഗ സംഖ്യകളെ ഹരിക്കുമ്പോൾ അവയുടെ ബേസ് നമ്പർ സെയിം അല്ലേടാ? ആണല്ലോ. അങ്ങനാണെങ്കിൽ ആ ബേസ് നമ്പർ അതുപോലെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം? കൃതികൾ തമ്മിൽ കുറയ്ക്കണം, പവറുകൾ തമ്മിൽ കുറയ്ക്കുക. 13 4 കുറച്ചാല് 9 എന്ന് വരും. ഉത്തരം 7⁻9 എന്ന് വരും. ഇതായിരുന്നു രണ്ടാമത്തെ നിയമം. ഞാൻ ഈ പറയുമ്പോൾ തന്നെ ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതി പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് അങ്ങ് പഠിച്ചു പോവാം. ഇത്രേ ഉള്ളൂ. ഇതാണ് രണ്ടാമത്തെ നിയമം. ഇനി മൂന്നാമത്തെ ലോയിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ലോ എന്ന് പറഞ്ഞാല് a⁻m the whole raised to n എന്ന് പറയുന്ന ലോയാ. a⁻m the whole raised to n is equal to a⁻mn ആണ് നമ്മുടെ മൂന്നാമത്തെ ലോ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പോണന്റിന് ഒന്നിലധികം പവർ ഉണ്ടെങ്കിൽ, സാധാരണ ഒരു എക്സ്പോണന്റിന് ഒരു പവറല്ലേ കാണത്തുള്ളൂ. ഒന്നിലധികം പവറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ആ ബേസ് നമ്പർ അതുപോലെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് ലവമാരെ എല്ലാം കൂടെ അങ്ങ് ഗുണിച്ചങ്ങ് വെച്ചേക്കണം. ആ കിടക്കുന്ന പവർ എല്ലാം കൂടെ ഉണ്ടല്ലോ, അവന്മാരെ എല്ലാം കൂടെ അങ്ങ് ഗുണിച്ചങ്ങ് വെച്ചേക്കണം. എക്സാമ്പിൾ പറഞ്ഞാൽ ഇതാണ്ടേ 9⁻2 ഹോൾ റൈസ് ടു 3 പിന്നെ റൈസ് ടു 5 ഇങ്ങനെ കുറെ പവർ ഉണ്ടെന്ന് കരുതുക. എത്ര പവർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല.
എത്ര പവർ ഉണ്ടേലും കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആ ബേസ് നമ്പറായ 9 അങ്ങോട്ട് എടുത്ത് എഴുതി വെച്ചിട്ട് പവറുകളെല്ലാം കൂടെ ഗുണിക്കുക. 5ഉം 3ഉം കൂടെ ഗുണിച്ചാൽ എത്ര? 5 × 3 15. ആ 15 ഈ രണ്ടും കൂടെ ഗുണിച്ചാൽ എത്ര? 15 × 2 30. ഉത്തരം 9/30 എന്ന് വരും. കണ്ടോ, സിമ്പിൾ പരിപാടിയല്ലേ? അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ നിയമം. അതായത് ഒരു എക്സ്പോണന്റിന് ഒന്നിലധികം പവറുകൾ ഉണ്ടെങ്കിൽ പവറുകളെല്ലാം കൂടെ തുരുതുരാ ഗുണിച്ചു വെക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. ഇതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ നിയമം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, നാലാമത്തെ നിയമം പറഞ്ഞാട്ടെ. എടാ, നാലാമത്തെ നിയമം എന്ന് പറഞ്ഞാല് ഒരു എക്സ്പോണന്റിന്റെ പവർ 0 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. ഇതാണ് നാലാമത്തെ നിയമം. ഒരു എക്സ്പോണന്റിന്റെ പവർ 0 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. അത് ഏത് എക്സ്പോണന്റ് ആണെങ്കിലും പവർ 0 ആണോ ആൻസർ 1 ആയിരിക്കും. എനി നമ്പർ റൈസ് ടു 0 ഈസ് ഈക്വൽ ടു 1 എന്ന് അങ്ങ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾ എന്നോട് പറയും, ഒരു എക്സാമ്പിൾ പറയും. 10⁻0 വില എത്ര എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയണോ 1. 17⁻0 വില എത്ര എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയണോ 1. 100⁻0 വില എത്ര എന്ന് ചോദിച്ചാലും 1. 1000⁻0 ആണെങ്കിലും 1. എനി നമ്പർ റൈസ് ടു 0 ഉത്തരം 1. ഇതായിരുന്നു നമ്മുടെ നാലാമത്തെ നിയമം. അഞ്ചാമത്തെ കൃത്യങ്ക നിയമം, അഞ്ചാമത്തെ ലോ ദാ പിടിച്ചോ. ഒരു എക്സ്പോണന്റിന്റെ പവർ മൈനസ് ആണെങ്കിൽ, അതായത് a⁻m എന്ന് കണ്ടാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/a⁻m എന്ന് എഴുതാം. കണ്ടോ, ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ നിയമം. അഞ്ചാമത്തെ ലോ എല്ലാവരും പഠിച്ചു വെച്ചോണം. അതായത് ഒരു എക്സ്പോണന്റിന്റെ പവർ മൈനസ് ആണെങ്കിൽ ബേസ് നമ്പറിനെ തലതിരിച്ചാൽ പവർ പോസിറ്റീവ് ആവും. ബേസ് നമ്പറിനെ തലതിരിച്ചാൽ പവർ പോസിറ്റീവ് ആവും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് 9⁻⁻4 എങ്ങനെ എഴുതാം? 9⁻⁻4 നമുക്ക് 1/9⁻4 എന്ന് എഴുതാം. കണ്ടോ, ഇതാണ് നിയമം. ഇത്രേ ഉള്ളൂ. 7⁻5 എങ്ങനെ എഴുതാം? 1/7�5 എന്ന് എഴുതിക്കൂടെടാ? എഴുതാം. അങ്ങനെയാണെങ്കിൽ 3/4 the whole raised to -5 എങ്ങനെ എഴുതാം? 4/3 the whole raised to 5 എന്ന് എഴുതാം. അതായത് ഒരു എക്സ്പോണന്റിന്റെ പവർ മൈനസ് ആണെങ്കിൽ ബേസ് നമ്പറിനെ തലതിരിക്കുക. ബേസ് നമ്പറിനെ തലതിരിച്ചാൽ പവർ പോസിറ്റീവ് ആകും. ഇതായിരുന്നു നമ്മുടെ അഞ്ചാമത്തെ ലോ. അപ്പൊ 5 നിയമങ്ങൾ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുവാണ്. ആറാമത്തെ നിയമം ദാ പിടിച്ചോ. എടാ, ആറാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദാണ്ടേ AB the whole raised to m എന്ന് പറയുന്ന ഒരു ലോ ആണ്. അതായത് AB the whole raised to m is equal to a⁻m into b⁻m എന്നുള്ളതായിരുന്നു നമ്മുടെ ആറാമത്തെ ലോ. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ, ഒരു എക്സ്പോണന്റിന് ഒന്നിലധികം ബേസ് നമ്പർ ഉണ്ടെങ്കിൽ, ഒരു എക്സ്പോണന്റിന് ഒന്നിലധികം ബേസ് നമ്പർ ഉണ്ടെങ്കിൽ ആ ഓരോ ബേസ് നമ്പറിനും അവകാശപ്പെട്ടതാണ് കോമൺ ആയിട്ട് നിൽക്കുന്ന പവർ. ആ പവർ ഇല്ലേ, വീതിച്ചു കൊടുക്കുക. ഓരോരുത്തർക്കും വീതിച്ചു കൊടുക്കുക. അങ്ങനാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം മക്കളെ. 2 × 3 × 5 × 7 the whole raised to 4 എന്ന് കണ്ടാൽ നമുക്ക് എങ്ങനെ എഴുതാം? പവർ എന്തുവാ? 4 അല്ലേ? അതെല്ലാവർക്കും അങ്ങ് വീതിച്ചു കൊടുത്താൽ പോരെ, പരിപാടി കഴിഞ്ഞു. അതായത് എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം 2⁻4 × 3⁻4 × 5⁻4 × 7⁻4 എന്ന് എഴുതി വെക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ആറാമത്തെ ലോ, 6th ലോ, ആറാമത്തെ നിയമം. ഏഴാമത്തെ നിയമം ദാ പിടിച്ചോ. ഏഴാമത്തെ ലോ എന്ന് പറഞ്ഞാല് a/b the whole raised to m എന്ന് പറയുന്ന ഒരു ലോ ആണ്. a/b the whole raised to m എന്ന് കണ്ടാൽ നമുക്ക് എഴുതാം a⁻m divided by b⁻m എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഏഴാമത്തെ നിയമം. എന്തുവാ അതിന്റെ അർത്ഥം? അതായത് ഒരു എക്സ്പോണന്റ്, അതിന്റെ ബേസ് നമ്പർ എന്തുവാ? ഒരു ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആണ്. ആണോ? അങ്ങനാണെങ്കിൽ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ആ കോമൺ ആയിട്ട് നിൽക്കുന്ന പവർ. അത്രേ ഉള്ളൂ പരിപാടി. അങ്ങനാണെങ്കിൽ ഒരു എക്സാമ്പിൾ അങ്ങോട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് 2/5 the whole raised to 4 എന്ന് കണ്ടാൽ എങ്ങനെ എഴുതാം?
ഇവിടെ മക്കളെ 2/5 ദ ഹോൾ റൈസ് ടു 4 എന്ന് കണ്ടു കഴിഞ്ഞാല് നമുക്ക് എഴുതാം 2/4 ഡിവൈഡഡ് ബൈ 5/4 എന്ന് എഴുതി വെക്കാം. ഇത് നമ്മുടെ 7ാമത്തെ കൃത്യങ്ക നിയമമാണ്. വളരെ ഭംഗിയായിട്ട് എല്ലാ കൃത്യങ്ക നിയമങ്ങളും എഴുതി പഠിച്ചു വേണം മുമ്പോട്ട് പോകുവാൻ. അങ്ങനാണെങ്കിൽ അവസാനത്തെ ലോ, 8ാമത്തെ എക്സ്പോണന്റിന്റെ ലോ എന്ന് പറഞ്ഞാല് ഇഫ് a റൈസ് ടു m ഈസ് ഈക്വൽ ടു a റൈസ് ടു n. കണ്ടോ, 2 കൃത്യങ്ക സംഖ്യകൾ തുല്യമാണെന്ന് കരുതുക. 2 എക്സ്പോണൻസ് തുല്യമാണെന്ന് കരുത്. എടാ കുഞ്ഞുങ്ങളെ, 2 എക്സ്പോണൻസ് ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ ആകുന്നത് മാത്രമല്ല അതിന്റെ ബേസ് നമ്പറും തുല്യമാണെങ്കിൽ കണ്ണും പൂട്ടി അങ്ങോട്ട് പറയണം പവറുകളും തുല്യമായിരിക്കും. അങ്ങനാണെങ്കിൽ ഇതാണ്ട് ഇവിടെ നോക്കിയേ, ബേസ് നമ്പർ തുല്യമല്ലേ. അങ്ങനാണെങ്കിൽ നമുക്ക് പറയാം m is equal to n എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ സാധിക്കും. ഇത് ഒരു നിയമമായിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് നമ്മുടെ 8ാമത്തെ കൃത്യങ്ക നിയമം. 8th ലോ ആണ്, 8ാമത്തെ കൃത്യങ്ക നിയമമാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ 9 റൈസ് ടു x is equal to 9 റൈസ് ടു 5 ആണെങ്കിൽ, ആണെന്ന് ചോദ്യകർത്താവ് പറയുന്നു. ഇഫ് 9 റൈസ് ടു x is equal to 9 റൈസ് ടു 5 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x എന്ന് ചോദിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം 2 എക്സ്പോണൻസ് ഈക്വൽ ആയിരിക്കുകയും അവയുടെ ബേസ് നമ്പറും ഈക്വൽ ആണെങ്കിൽ കണ്ണും പൂട്ടി പറയാം പവറുകൾ തുല്യമായിരിക്കും. പവറുകളായ എക്സും 5ഉം തുല്യമാണെന്ന് പറയാം. സോ നമുക്ക് പറയാം x is equal to 5 എന്ന് പറയാം. അപ്പൊ ഇതിങ്ങനെ ഇത്രയേ ഉള്ളൂ. ഈ 8 ലോയും ഭംഗിയായിട്ട് എഴുതി പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു 10-50 ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ഒരു ചോദ്യം നോക്കിയാൽ, ഇതാണ് ചോദ്യം. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ എന്തുവാടാ? ഇഫ് റൂട്ട് ഓഫ് 2 റൈസ് ടു n is equal to 16, then find the value of n. ഇതാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ എക്സ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യത്തില് അവിടെ ഒരു ഈക്വൽ ടു സിമ്പിൾ വരുവാണെങ്കിൽ, കേട്ടോ ഓർത്തു വെച്ചോണേ, ഒരു ഈക്വൽ ടു സിമ്പിൾ വരുവാണെങ്കിൽ അന്നേരെ പറയാം അത് 8ാമത്തെ ലോ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ചോദ്യമാണെന്ന് മനസ്സിലാക്കിയോണം. എത്രാമത്തെ ലോയാ? 8th ലോ. 8ാമത്തെ ലോ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ചോദ്യമാണെന്ന് മനസ്സിലാക്കി വെച്ചോണം. കാരണം ഈക്വൽ ടു സിമ്പിൾ വരുന്ന ഒരേ ഒരു ലോ മാത്രമേ ഉള്ളത് 8ാമത്തെ ലോയാ. സോ അങ്ങനെയാണെങ്കിൽ 8ാമത്തെ ലോ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ചോദ്യമാണെന്ന് മനസ്സിലാക്കിയോണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 8ാമത്തെ ഫോർമാറ്റിലേക്ക് നമ്മൾ ക്വസ്റ്റ്യൻ എത്തിക്കണം. 8ാമത്തെ ഫോർമാറ്റ് എന്തുവാ? 8ാമത്തെ ലോയുടെ ഫോർമാറ്റ് എന്തുവാ? 2 എക്സ്പോണൻസ് ഈക്വൽ ആയിട്ട് നിർത്തണം, മാത്രമല്ല ബേസ് നമ്പറും തുല്യമായിരിക്കണം അല്ലേ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യമേ റൂട്ട് കിടപ്പുണ്ടല്ലേ, അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. എടാ റൂട്ട് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാ. സ്ക്വയർ റൂട്ട് ഒഴിവാക്കണമെങ്കിൽ സ്ക്വയർ ചെയ്യണം. ക്യൂബ് റൂട്ട് ഒഴിവാക്കണമെങ്കിൽ ക്യൂബ് ചെയ്താൽ മതി. സ്ക്വയർ റൂട്ടിനെ കളയണമെങ്കിൽ സ്ക്വയർ ചെയ്താൽ മതി. അതായത് കുഞ്ഞുങ്ങളെ, റൂട്ട് 5നെ നിങ്ങൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോയി 5 എന്ന് ഉത്തരം വരും. അതങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ റൂട്ട് കളയണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യുക എന്ന് മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നൈസായിട്ട് അങ്ങ് സ്ക്വയർ ചെയ്യാൻ പോവാണ്. വെറുതെ സ്ക്വയർ ചെയ്തു. എടാ ഇവിടെ സ്ക്വയർ ചെയ്താൽ അപ്പുറത്തും എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അത് മാത്സിന്റെ നിയമോ. നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ ഇവിടെ ചെയ്ത് വെച്ചാൽ അപ്പുറത്ത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ റൈറ്റ് സൈഡിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. മാത്തമാറ്റിക്സിൽ ആ കാര്യം ഓക്കെയാണ്. നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. പക്ഷെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുന്നത് എന്താണോ അത് തന്നെ റൈറ്റ് സൈഡിൽ ചെയ്യാൻ മറന്നു പോരുത്. അപ്പൊ കണ്ടോ, ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്തു, റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്തു. സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോയി. 2 റൈസ് ടു n is equal to 16ന്റെ സ്ക്വയർ. 16നെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 16ന്റെ സ്ക്വയർ എത്ര? 16നെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 256. 16ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 256 ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറഞ്ഞ പഴയ പരിപാടി എന്തുവാ? 2 സൈഡും എന്താക്കണം? എക്സ്പോണന്റ് ആക്കണം. ബേസ് നമ്പർ 2 ആയിരിക്കണം. എടാ ഇവിടെ ഓൾറെഡി എക്സ്പോണന്റ് കിടക്കുമല്ലേ 2 റൈസ് ടു n. ലെഫ്റ്റ് സൈഡ് ഓക്കെ അല്ലേ? ലെഫ്റ്റ് സൈഡ് ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡ് 256 ഉണ്ടല്ലോ, അവനെ ഒന്ന് പിടിച്ച് കുലുക്കണം. അവനെ ഒന്ന് പിടിച്ച് കുലുക്കിയിട്ട് എന്താക്കണം? ഒരു എക്സ്പോണന്റ് ആക്കി മാറ്റണം. അതായത് 256നെ ഒരു എക്സ്പോണന്റ് ആക്കണം. മാത്രമല്ല ബേസ് നമ്പർ എന്തായിരിക്കണം? ബേസ് നമ്പർ ഇവിടെ 2 അല്ലേ, അപ്പൊ അവിടെ 2 ആയിരിക്കണം.
അതായത് എടാ 256 എന്ന് പറയുന്ന സംഖ്യ രണ്ടിന്റെ എത്ര പവർ ആണെന്ന് ആലോചിക്കണം. 256 എന്ന് പറയുന്ന സംഖ്യ രണ്ടിന്റെ എത്ര പവർ ആണെന്ന് ആലോചിക്കണം. അതായത് രണ്ടിന്റെ എത്ര പവർ ചേരുമ്പോഴാണ് 256 കിട്ടുന്നതെന്ന് ആലോചിക്കണം. അത് സിമ്പിളാ, ഒന്നുമില്ല, നിങ്ങളൊരു പണി ചെയ്താൽ മതി. 256നെ 2 കൊണ്ട് ഘടകക്രിയ ചെയ്താൽ മതി. സിമ്പിൾ പരിപാടിയാ. 256നെ 2 കൊണ്ട് ഘടകക്രിയ ഫാക്ടറൈസ് ചെയ്താൽ മതി. വേറെ സംഖ്യകൾ കൊണ്ട് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് 2ന്റെ പവർ ആക്കണമെങ്കിൽ 2 കൊണ്ട് ഘടകക്രിയ ചെയ്യണം, അല്ലെങ്കിൽ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യണം. എടാ ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. 256നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര? 256നെ 2 കൊണ്ട് ഹരിച്ചാല് 128 വരും. 128നെ 2 കൊണ്ട് ഹരിച്ചാല് 64 വരും. 64നെ 2 കൊണ്ട് ഹരിച്ചാൽ 32 വരും. കാരണം 2 കൊണ്ട് ഹരിക്കാൻ പകുതി എടുത്താൽ മതി. ആ 32ന്റെ പകുതി എത്ര എന്ന് ചോദിച്ചാൽ 16 വരും. 16ന്റെ പകുതി 8 വരും. 8ന്റെ പകുതി 4. 4ന്റെ പകുതി 2. കണ്ടോ? അതായത് ആ 256നെ താഴോട്ട് 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തു. ഇനി നിങ്ങൾ നോക്കിക്കേ, 256 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോന്ന് പറയാം? 1, 2, 3, 4, 5, 6, 7, 8. അതായത് 256 എന്ന് പറഞ്ഞാല് 2 എന്ന് പറയുന്നവൻ 8 തവണ ഉണ്ടെന്നർത്ഥം. 2 എന്ന് പറയുന്നവൻ 8 തവണയുണ്ട്. അതായത് 2⁸ എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, 2⁻n = 2⁸ ആണെങ്കിൽ നമുക്ക് പറയാം n = 8 എന്ന് പറയാം. കണ്ടോ? ഇത്ര ഉള്ളു പരിപാടി. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇവിടെ ഈ വീഡിയോ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ടും ചെയ്തു നോക്കുക. ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ സക്സസ് ആയെന്ന് അർത്ഥം. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ പിടിച്ചു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ചോദ്യം. 8x - 1 = 2x + 5 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x എന്നാണ് ചോദ്യം. എക്സിന്റെ വില എത്ര എന്നാണ് ചോദ്യം. മക്കളെ, ഈക്വൽ ടു സിമ്പൽ ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ എത്രാമത്തെ ലോയാ? 8ാമത്തെ ലോ. എത്രാമത്തെയാ? 8ാമത്തെ കൃത്യങ്ക നിയമമാണ്. അപ്പൊ എന്ത് ചെയ്യണം? 2 സൈഡും എക്സ്പോണന്റ് ആക്കണം. മാത്രമല്ല ബേസ് നമ്പർ ഈക്വൽ ആയിരിക്കണം. അല്ലെ? ഇവിടെ 2 സൈഡും എക്സ്പോണന്റ് ആണല്ലോ. ആണ്. 2 സൈഡും എക്സ്പോണന്റ് ആണ്. പക്ഷേ ബേസ് നമ്പർ ഈക്വൽ അല്ല. ഇവിടെ 8, അവിടെ 2. ഇവിടെ 8, അവിടെ 2. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നുകിൽ 8നെ 2ന്റെ ടേമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ 2നെ 8ന്റെ ടേമിലേക്ക് മാറ്റണം. ചെറിയ ഒരുത്തനെ പിടിച്ച് വലുതാക്കാൻ പറ്റത്തില്ല. അതായത് 2നെ ഒരിക്കലും 8ന്റെ ടേമിലേക്ക് മാറ്റാൻ പറ്റത്തില്ല. 2 പറഞ്ഞാൽ ചെറുതല്ലേ? അവനെ പിടിച്ച് വലിച്ചങ്ങോട്ട് 8 ആക്കാൻ പറ്റുമോ? ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് 8നെ 2ന്റെ ടേമിലേക്ക് മാറ്റാം. അത് കോമൺ സെൻസിൽ ആലോചിക്കാവുന്നേ ഉള്ളൂ. 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 8നെ 2 കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്ത് നോക്കണം, ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാലും മതി. പക്ഷെ 8 ചെറിയ നമ്പർ ആയതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വരണം. ആ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഞാനിവിടെ ചെയ്യുന്നില്ല. 8 എന്ന് പറഞ്ഞാല് 2⁻3 എന്ന് എഴുതി വെക്കാം. മേളിലെ x - 1 അതുപോലെ തന്നെ എഴുതി വെച്ചു. വലതുവശത്ത് ഞാൻ തൊട്ടതേ ഇല്ല. 2⁻x + 5 അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇവിടെ നോക്കിക്കേ, ഇവിടെ a⁻m⁴n ഫോമിലല്ലേ കിടക്കുന്നത്? ഈ ഒരു സൈഡ് a⁻m⁴n ഫോമിലാണ് കിടക്കുന്നത്. a⁻m⁴n = a⁻mn അല്ലേ? പവറുകൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ ഗുണിച്ച് ആൻസർ അങ്ങ് എഴുതി വെച്ചാൽ പോരെ? 3ഉം x - 1 കൂടെ ഗുണിച്ചാൽ എത്ര? 3ഉം, അതായത് a⁻m⁴n = a⁻mn ആണ്. പവറുകൾ തമ്മിൽ ഗുണിക്കുക. ബേസ് നമ്പർ അതുപോലെ തന്നെ എഴുതി വെച്ചിട്ട് 3ഉം x - 1 കൂടെ ഗുണിക്കുക. 3ഉം x - 1 കൂടെ ഗുണിച്ചാൽ 3 അകത്തോട്ട് ഗുണിച്ചേ. 3 x കൂടെ ഗുണിച്ചാൽ 3x മൈനസ് 3 1 കൂടെ ഗുണിച്ചാൽ 3. അതായത് 3നെ x - 1 കൊണ്ട് ഗുണിച്ചാല് നമുക്ക് 3x - 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 3x - 3 എന്ന് കിട്ടും. അതുപോലെ എഴുതി വെച്ചു. വലതുവശത്ത്
2x+5 അതുപോലെ എഴുതി വെച്ചു. ഇവിടെ നമ്മൾ നോക്കിക്കേ, രണ്ട് എക്സ്പോണൻസ് ഈക്വൽ ആണ്, രണ്ട് എക്സ്പോണൻസ് ഈക്വൽ ആണ്, മാത്രമല്ല ബേസ് നമ്പറും തുല്യമാണ് അല്ലേ, ബേസ് നമ്പറും തുല്യമാണ്. അങ്ങനാണെങ്കിൽ പവറുകൾ തുല്യമായിരിക്കും തുല്യമായിരിക്കും തുല്യമായിരിക്കും. സോ ഇവിടെ കിടക്കുന്ന പവറായ 3x-3 എന്ന് പറയുന്നവനും അവിടെ കിടക്കുന്ന പവറായ x+5 തുല്യമാണെന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാം. ഇനി ഒരു പണി ചെയ്യാം, അവിടെ കിടക്കുന്ന എക്സിനെ എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മൈനസ് ആവത്തില്ലേ, പ്ലസ് മൈനസും മൈനസ് പ്ലസും ആവത്തില്ലേ? അപ്പൊ അവിടെ കിടക്കുന്ന പ്ലസ് എക്സ് ഇപ്പുറത്ത് വന്നാൽ മൈനസ് എക്സ് ആയി. ഇവിടെ ഓൾറെഡി 3x കിടപ്പുണ്ട്. 3x-x 2x എന്ന് വരും. അപ്പൊ ഇവിടെ കിടക്കുന്ന -3 അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ +3 ആവത്തില്ലേ? അവിടെ ഓൾറെഡി 5 കിടപ്പുണ്ട്. ഇവിടെ കിടന്ന -3 അപ്പുറത്ത് പോയാൽ +3 ആയി. 5+3 8 എന്ന് വരും. 2x-ന്റെ വില 8 ആണെങ്കിൽ x = 8/2 4. ഉത്തരം 4 എന്ന് എഴുതി അവസാനിപ്പിക്കണം. x-ന്റെ വില 4 ആയിരുന്നു റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പഠിച്ചു വേണം മുമ്പോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ദാ പിടിച്ചോ, സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 3y = 729 ആണെങ്കിൽ വൈയുടെ വില എത്ര എന്നാണ് ചോദ്യം. ഇത് കാണുമ്പോഴേ അറിയാം, ഈക്വൽ ടു സിമ്പൽ ഉള്ളത് കൊണ്ട് 8ാമത്തെ ലോയുടെ ഫോർമാറ്റിലേക്ക് എത്തിക്കണം. രണ്ട് സൈഡും എക്സ്പോണന്റ് ആക്കണം, ബേസ് നമ്പറും ഈക്വൽ ആക്കണം. ലെഫ്റ്റ് സൈഡ് ഓക്കെ അല്ലേ? എടാ ലെഫ്റ്റ് സൈഡ് ഒരു കൃത്യംഗ സംഖ്യ എക്സ്പോണന്റ് അല്ലേ? ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡ് നിങ്ങൾ എന്താക്കണം? എക്സ്പോണന്റ് ആക്കണം. അതായത് 729 എന്ന് പറയുന്ന സംഖ്യ നിങ്ങളൊരു എക്സ്പോണന്റ് ആക്കി മാറ്റണം. മാത്രമല്ല ബേസ് നമ്പർ എത്ര ആയിരിക്കണം? ബേസ് നമ്പർ 3 ആയിരിക്കണം. ഇത് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. അത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കും, സാറേ 729 എന്ന് പറയുന്നവൻ 3ന്റെ എത്ര പവർ ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതിനല്ലേ ഞാൻ പറഞ്ഞു തന്നത്, എന്ത് ചെയ്താൽ മതി? ഫാക്ടറൈസ് ചെയ്താൽ മതി. അതായത് 729നെ നിങ്ങൾ താഴോട്ട് ഫാക്ടറൈസ് ചെയ്യണം. എത്ര കൊണ്ട്? 3 കൊണ്ടേ ചെയ്യാവുള്ളേ. കാരണം എന്താ? 3ന്റെ പവർ ആക്കണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? 3 കൊണ്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യണം. അത് മറന്നു പോരുത്. 729നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സൈഡിലോട്ട് മാറ്റി ഹരിച്ചു നോക്കുക. 729 ÷ 3 എത്ര? സൈഡിലോട്ട് മാറ്റി അങ്ങ് ചെയ്തു നോക്ക്. 24 3 72 3 243 വരും. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ സൈഡിലോട്ട് മാറ്റി ചെയ്താൽ മതി. 243നെ 3 കൊണ്ട് ഹരിച്ചാല് 8 3 24 1 3 3. 81നെ 3 കൊണ്ട് ഹരിച്ചാൽ 27 വരും. 27നെ 3 കൊണ്ട് ഹരിച്ചാൽ 9 വരും. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3. കഴിഞ്ഞു. അതായത് 729 എന്ന് പറയുന്നവനെ എങ്ങനെ എഴുതാം? 1 2 3 4 5 6. അതായത് 3⁻6 എന്ന് എഴുതിക്കൂടെ? എഴുതാം. 3y എന്ന് പറഞ്ഞാല് is equal to 3⁻6 എന്നുള്ള ആ ഒരു ഫോർമാറ്റിലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ രണ്ട് എക്സ്പോണൻസ് ഈക്വൽ ആണ്, മാത്രമല്ല അവയുടെ ബേസ് നമ്പറും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം പവറുകൾ ഈക്വൽ ആയിരിക്കും. ഇവിടെ കിടക്കുന്ന പവർ y ആണ്, അവിടെ കിടക്കുന്നത് 6 ആണ്. രണ്ടും തുല്യമാണെന്ന് പറയാം. ഉത്തരം y = 6. പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റിയ അടിപൊളി ഒരു ചോദ്യമായിരുന്നു അത്. ഒരു ചോദ്യം കൂടെ പിടിച്ചോ. ചോദ്യം താണ്ടേ, 3x - y = 27. എടാ 3x + y = 243. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്ര, വൈയുടെ വില എത്ര? ഇതാണ് ചോദ്യം. ഇതാണ് നമ്മുടെ ചോദ്യം. ഇത് കാണുമ്പോഴേ അറിയാം ഈക്വൽ ടു സിമ്പൽ ഉള്ളത് കൊണ്ട് 8ാമത്തെ ഫോർമാറ്റിലേക്ക് എത്തിക്കണം അല്ലേ? നോക്കിയേ, ഇവിടെ ഓക്കെയാ. അതായത് 3x - y ലെഫ്റ്റ് സൈഡ് ഓക്കെയാ, കാരണം അതൊരു എക്സ്പോണന്റ് ആണ്. 27 മാറ്റിക്കോ. 27നെ 3ന്റെ ടേമിലേക്ക് മാറ്റടാ. 27 എന്ന് പറഞ്ഞാല് നിങ്ങൾ ആലോചിക്ക്, 3ന്റെ എത്ര പവർ ചേരുമ്പോഴാണ് 27 കിട്ടുന്നത്? 3ന്റെ ക്യൂബ് അല്ലേ? 3ന്റെ ക്യൂബ് ആണല്ലോ 27. 3ന്റെ ക്യൂബ് ആണ് 27. അങ്ങനെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ സൈഡിലോട്ട് മാറ്റി ചെയ്തു നോക്ക്. അപ്പൊ 27നെ 3ന്റെ ക്യൂബ് എന്ന് എഴുതി വെക്കാം. മതി. 3ന്റെ ക്യൂബ് ആണ് 27.
അത്രേ ഉള്ളൂ പരിപാടി, അത്രേ ഉള്ളൂ. 3ന്റെ ക്യൂബ്. അപ്പുറത്ത് 11 കൂടെ പിടി. 3x+y, അതും അതുപോലെ തന്നെ 3x+y 243 എന്ന് പറയുന്നവൻ 3ന്റെ എത്ര പവർ ചേരുമ്പോഴാണ് കിട്ടുന്നത്? അറിയില്ലെങ്കിൽ 243നെ 3 കൊണ്ട് താഴോട്ട് ഫാക്ടറൈസ് ചെയ്താൽ മതി. സിമ്പിളാണ്. അപ്പോൾ 243നെ താഴോട്ട് 3 കൊണ്ട് ചെയ്താല് 8 3 24, 1 3 3, വീണ്ടും 3 കൊണ്ട് ഹരിച്ചാൽ 27 വരും, വീണ്ടും 3 കൊണ്ട് ഹരിച്ചാൽ 9 വരും, വീണ്ടും 3 കൊണ്ട് ഹരിച്ചാൽ 3. അതായത് 243നെ നമുക്ക് 1 2 3 4 5, അതായത് 3/5 എന്ന് എഴുതി വെക്കാം. ഇങ്ങനെ എഴുതി വെക്കാം. സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ 2 എക്സ്പോണൻസ് ഈക്വൽ ആണ്, ബേസ് നമ്പർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ പവറുകൾ ഈക്വൽ അല്ലേ? ആണ്. ഇവിടെ കിടക്കുന്ന പവറായ x-y-യും അവിടെ കിടക്കുന്ന പവറായ 3ഉം തുല്യമാണെന്ന് പറയാം. എഴുതി വെച്ചു. അതേപോലെ അപ്പുറം കൂടെ ഇവിടെ കിടക്കുന്ന പവറായ x+y-യും അവിടെ കിടക്കുന്ന പവറായ 5ഉം തുല്യമാണെന്ന് പറയാം. എഴുതി വെച്ചു. എടാ x - y = 3, x+y = 5. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x ആൻഡ് y? ഇതാണ് ചോദ്യം. അതായത് 2 സംഖ്യകളുടെ തുക 5, വ്യത്യാസം 4. ഒന്നും കൂടെ, സം ഓഫ് 2 numbers is 5 and difference of that 2 numbers is 3. What are the numbers? 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 5 കിട്ടണം. നിങ്ങൾ മനസ്സുകൊണ്ട് ആലോചിക്കണം. കൂട്ടുമ്പോൾ 5 കിട്ടണം, കുറയ്ക്കുമ്പോൾ 3 കിട്ടണം. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക. കൂട്ടുമ്പോൾ 5 കിട്ടണം, കുറയ്ക്കുമ്പോൾ 3 കിട്ടണം. നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും, സാറേ 4 ഒന്നും കൂടെ കൂട്ടിയാൽ 5 ആണല്ലോ. ആണ്. 4ൽ നിന്ന് 1 കുറച്ചാൽ 3 അല്ലേ? ആണ്. അപ്പൊ സംഖ്യകൾ 4 1 അല്ലേ? ആണ്. ഇത്രേ ഉള്ളൂ പരിപാടി. സംഖ്യകൾ 4 1 ആണ്. അതായത് എക്സിന്റെ വില 4, വൈയുടെ വില 1. കണ്ടോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചൂടെ? അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, സാറേ ഇത് ചെറിയ നമ്പർ ആയതുകൊണ്ടല്ലേ സാറ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞത്? വലിയ നമ്പർ ഒക്കെ ആയിരുന്നെങ്കിൽ സാർ എങ്ങനെ പറഞ്ഞേനെ? അപ്പൊ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. 2 സംഖ്യകളുടെ സമ്മ്, 2 സംഖ്യകളുടെ സമ്മ് x ആണെന്ന് കരുത്. ഡിഫറൻസ് y ആണെന്ന് കരുതിക്കൂ. അങ്ങനാണെങ്കിൽ ലാർജർ നമ്പർ കണ്ടുപിടിക്കാൻ, വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? 2 സംഖ്യകളുടെ സമ്മും ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ വലിയ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതാണ്ടേ, ഇവന്മാരെ 2 പേരെയും കൂടെ കൂട്ടിയിട്ട് അങ്ങ് പകുതി എടുത്താൽ മതി. വലതുവശത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക. വലതുവശത്ത് കിടക്കുന്ന 2 സംഖ്യകൾ തമ്മിൽ കൂട്ടി പകുതി എടുത്താൽ മതി. എന്തോ കിട്ടും? വലിയ സംഖ്യ കിട്ടും. അത്രേ ഉള്ളൂ പരിപാടി. അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം? കുറയ്ക്കുക, പകുതി എടുക്കുക. ചെറിയ സംഖ്യ, സ്മോളർ നമ്പർ കണ്ടുപിടിക്കുക എന്ത് ചെയ്യണം? കുറയ്ക്കുക, പകുതി എടുക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. അങ്ങനെയാണെങ്കിൽ 2 സംഖ്യകളുടെ സം 5, ഡിഫറൻസ് 3. വലിയ നമ്പർ കണ്ടുപിടിക്കാൻ ആ വലതുവശത്ത് കിടക്കുന്ന 2 ഓമാരെ പിടിച്ചു കൂട്ട്. 5ഉം 3ഉം കൂടെ കൂട്ടിയാൽ 8. 8ന്റെ പകുതി 4. കണ്ടോ? വന്നുണ്ടോ? ചെറിയ നമ്പർ കണ്ടുപിടിക്കാൻ ലവന്മാരെ 2 പേരെയും കുറയ്ക്കുക. 5ൽ നിന്ന് 3 കുറച്ചാൽ 2. അതിന്റെ പകുതി, 2ന്റെ പകുതി എത്ര? 1. ഇത്രേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ വരാൻ പോകുന്ന CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എക്സ്പോണൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള 8 ലോയും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത്. ഒരു ടോപ്പിക്ക് ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ആ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ആ മാർക്ക് നമ്മുടെ കസ്റ്റഡിയിലേക്ക് വരണം. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ഒരു ക്ലാസ്. ഇനി ഓഗസ്റ്റ് മാസം നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് കടക്കുന്ന സമയത്ത്, ഓഗസ്റ്റിന് തുടക്കമാണ്. സത്യം പറഞ്ഞാൽ ഓഗസ്റ്റ് നമുക്കില്ല പഠിക്കാൻ. നമുക്ക് ആകെ പഠിക്കാൻ കിട്ടുന്നത് ഈ കിടക്കുന്ന ജൂൺ മാസം, അടുത്ത ജൂലൈ മാസം. ഇത്രയും മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞാല് നമ്മുടെ മുമ്പിൽ ഒരു
45 ദിവസത്തിൽ താഴെയുള്ള സമയമാണ് കിട്ടുന്നത് പഠിക്കാൻ. സോ ഈ ഒരു സമയം എങ്ങനെ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി വരാൻ പോകുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് നിങ്ങളുടെ പേരെത്തിക്കണം, ഇതല്ലേ നമ്മുടെ ലക്ഷ്യം. സോ അതിനു വേണ്ടിയിട്ട് ഈ 45 ദിവസം വളരെ നമ്മുടെ ലൈഫിലെ ഏറ്റവും ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന 45 ദിവസമാണ് ഇനി വരാൻ പോകുന്നത്. ജൂണിന്റെ പകുതിയോടുകൂടി ജൂലൈയുടെ ആ ഒരു ഫുള്ള് നിൽക്കുന്ന ദിവസം. അത് വളരെ ആ ഒരു 45 ദിവസം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം അടിപൊളിയായിരിക്കും. പരീക്ഷ ഭംഗിയായിട്ട് എഴുതി സന്തോഷത്തോടെ ഇറങ്ങി വരാൻ പറ്റും. സോ അത്തരത്തിൽ നിങ്ങളെ സജ്ജരാക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉറപ്പുള്ള ഭാഗങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യം നമ്മൾ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന 4 സബ്ജക്റ്റിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള 45 ദിവസത്തെ ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പരമാവധി പരത്തിയുള്ള പഠനമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ മാത്രം അധ്യാപകര് കൃത്യമായി ലൈവ് ക്ലാസ്സുകളും അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകളും ആ ലൈവ് ക്ലാസ്സുകളുടെ PDF നോട്ടുകളും ഒക്കെ ആയിട്ട് 45 ദിവസം ഒരു വലിയൊരു മാരത്തോൺ പോലെ നമ്മളിങ്ങനെ സജ്ജരാകാൻ പോവാണ്. സോ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ 45 ദിവസം നിങ്ങൾ എടുക്കുന്ന കൃത്യമായ ഒരു ഔട്ട്പുട്ടിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ആകെ തുകയാണ് പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത്തരത്തിൽ നിങ്ങൾ സജ്ജരാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ഇവിടെ ബോർഡ് നമ്പർ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ ഒരു ഗൂഗിൾ ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നിങ്ങളുടെ ഡേറ്റ നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓരോ അവസരങ്ങളും നമ്മുടെ മുമ്പിൽ വന്നു ചേരുമ്പോൾ അതിനെ പാഴാക്കി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ന്യായങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാതെ കൃത്യമായിട്ട് പഠിച്ച് 2025 സർവീസിൽ കയറി നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ കൂടി ഒന്ന് ആവശ്യപ്പെടുവാണ്, റിക്വസ്റ്റ് ചെയ്യുവാണ്. നല്ല ഭാവിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഈ ഒരു യാത്ര മുമ്പോട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുവാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങളുടെ എല്ലാ സജഷൻസും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ എത്തിക്കുക. പരമാവധി നിങ്ങൾ വീഡിയോ കണ്ട് വൃത്തിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. എല്ലാ സജഷൻസും താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതനുസരിച്ചായിരിക്കും അടുത്ത വീഡിയോസ് നമ്മൾ ഇറക്കുന്നത്. എല്ലാവർക്കും എഴുതാൻ പോകുന്ന പരീക്ഷയിൽ നല്ല വിജയം ഉണ്ടാകുവാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.